Hi dears. Government of India'യുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വാരിയസ് പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നീ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻഫോർമേറ്റീവ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോസ്. സോ അധികം സംസാരിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡൽഹി റീജിയനിലാണ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത് അപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം. So, recruitment of meritorious sports persons to the post of income tax inspector, tax assistant, stenographer, grade 2, multitasking staff. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പോർട്സ് പേഴ്സൺ എന്ന് കണ്ടിട്ട് പേടിക്കേണ്ട, അതൊരു എക്സ്ട്രാ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്ലിക്കേഷൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15th ഏപ്രിലാണ്. ഏപ്രിൽ 15th നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ അല്ല. എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പോൾ പൊതുവേ ഓൺലൈനാണ്. ദിസ് ആപ്ലിക്കേഷൻ ഇസ് നോട്ട് ഓൺലൈൻ. ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണിത്. ഇനി എന്തൊക്കെയാണ് ഇത്? പേ സ്കെയിൽ ആൻഡ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുള്ളത്. ഒരു 2 year പ്രൊബേഷൻ പീരീഡും ഉണ്ടാവും. ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് ഓരോ പോസ്റ്റിനും ഡിഫറെൻ്റ് ആണ്. അതായത് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് 18 to 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. മറ്റ് പോസ്റ്റുകളിലേക്ക് ടാക്സ് അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, MTS പോസ്റ്റുകളിലേക്ക് 18 to 27 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. റിലാക്സേഷൻ ആസ് പെർ നോംസ് ഉണ്ടാവും. പിന്നെ ക്വാളിഫിക്കേഷൻ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ്. എ ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഓർ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻറ്റ് ക്യാൻ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഇപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രിയാണ്. ടാക്സ് അസിസ്റ്റൻറ്റിന് വരുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അത് മാത്രം പോരാ, ഹാവിങ് എ ഡാറ്റ എൻട്രി സ്പീഡ് ഓഫ് 8000 key per hour. അപ്പം ഡാറ്റ എൻട്രി സ്പീഡും കൂടി ചെക്ക് ചെയ്യണം ടാക്സ് അസിസ്റ്റൻറ്റിന്. പിന്നെ സ്റ്റെനോഗ്രാഫർ വരുന്നത് 12th ആണ് ക്വാളിഫിക്കേഷൻ. ദെൻ 10 minutes at 80 words per minute എന്നുള്ള ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷനും ഡിക്റ്റേഷനും. സോ ഫോർ വേർഡ്സ് ആൻഡ് ഓൾസോ ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് ക്വാളിഫിക്കേഷൻ വരുന്നത് 10th class പാസ്സാണ്. സോ ദാറ്റ്സ് ദ different post and the qualification. Number of post, income tax inspector 1, tax assistant 4, stenographer 3 and MTS 6. ഇനി സ്പോർട്സ് എലിജിബിലിറ്റി സെപ്പറേറ്റ് ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്പോർട്സ് പേഴ്സൺ, സ്പോർട്സിൽ എക്സലൻസി കാണിച്ചവർക്ക് ഉള്ള ഒരു വാട്ട് ടു സേ റിസർവേഷനാണിത്. സോ സ്പോർട്സ് പേഴ്സൺ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ടൂർണമെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്കൂൾ വാരിയസ് ഇന്ത്യൻ ഓൾ ഇന്ത്യ ലെവൽ സ്കൂൾ കോമ്പറ്റീഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലും അണ്ടറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് സ്പോർട്സ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ എവിഡൻസ് കാണിക്കണം, നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മറ്റ് ഡീറ്റെയിൽസ് കാണിക്കണം. അപ്പോൾ ഇത് സ്പോർട്സ് പേഴ്സൺ ക്യാൻ റീഡ് ദിസ് ഇൻ ഡീറ്റെയിൽ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ലിങ്ക് കൊടുക്കാം. നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് കൊടുക്കാം. നൗ സെലക്ഷൻ ഓഫ്ലൈൻ ആണ്, ഞാൻ ആദ്യം പറഞ്ഞു. അപ്ലിക്കേഷൻ ടൈപ്പ് ഇത് ഡീറ്റെയിൽസ്, സ്പോർട്സ് ഡീറ്റെയിൽസ് ആണ് അഗെയിൻ. ഓക്കെ, ഹൗ ടു അപ്ലൈ. സോ ദിസ് ഇസ് ദ അഡ്രസ് ടു വിച്ച് യു ഹാവ് ടു സെൻഡ് ദ പോസ്റ്റ്. അപ്പോൾ ഏപ്രിൽ 15th നിങ്ങൾ പൂരിപ്പിച്ച ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കേണ്ടതാണ്. അപ്പോൾ അയക്കുമ്പോൾ കൂടെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കുറച്ച് എൻക്ലോഷേഴ്സും കൂടി ആവശ്യമുണ്ട്. അതായത് മെട്രിക്കുലേഷൻ, നിങ്ങളെ 10th സർട്ടിഫിക്കറ്റ് ഓർ ഏജ് പ്രൂഫ് ഫോർ ഏജ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ്സ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സ്, SC ST OBC കാൻഡിഡേറ്റ്സിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ആധാർ കാർഡിൻ്റെ കോപ്പി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലിക്കേഷൻസ് കൊടുക്കുമ്പം
അതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് കോപ്പീസ് വെക്കേണ്ടതാണ്. സോ ദീസ് ആർ ദ ഡീറ്റെയിൽസ്. സോ ഇനി ഇതിൻ്റെ അടിയിൽ തന്നെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ. ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും ചോദിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങൾ പൂരിപ്പിച്ചിട്ട് ഡിക്ലറേഷൻ സൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കോപ്പീസ് ഓഫ് ദിസ് എൻക്ലോഷേഴ്സ്, ഈ കാര്യങ്ങളും കൂടി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. സോ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യരുത്, ഒരു ചാൻസ് ആണ്. സോ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു.